നടനും നിർമ്മാതാവുമായിട്ടുള്ള സുരേഷ് കുമാറും നടൻ മോഹൻലാലും ബാല്യകാല സുഹൃത്തുക്കളാണ്. മോഹൻലാൽ എന്ന നടൻ ഇത്രമാത്രം വളരുമെന്ന് ആരും വിചാരിച്ചില്ല. മോഹൻലാലിനെ കൊണ്ട് ഒരുപാട് നിർമ്മാതാക്കളുടെ മുമ്പിൽ പോയിട്ട് അവസരം കൊടുക്കുമോ എന്ന് സുരേഷ് കുമാർ ചോദിച്ച ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. നിർമ്മാതാവെന്ന നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ കാലക്രമേണ വളർന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായി സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങി. അദ്ദേഹം സ്വന്തമായിട്ട് പ്രൊഡക്ഷനും തുടങ്ങി. അദ്ദേഹം നേരിട്ട് സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നുള്ളത് ആർക്കും ബോധ്യപ്പെടാതിരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും വിശ്വസ്ത കൂട്ടുകാരനായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂരിനെ ഉപയോഗിച്ചിട്ടാണ് മോഹൻലാൽ എല്ലാ പടങ്ങളും നിർമ്മിക്കാറുള്ളത്. ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഒരു വിശ്വസ്ത സ്നേഹിതനാണ്, വളരെ അടുത്ത സ്നേഹിതനാണ്. മോഹൻലാലിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനും ആണ്. എല്ലാ സിനിമകളും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പേരിലാണ് നിർമ്മിക്കാറുള്ളത്. അപ്പോൾ നിർമ്മാതാക്കളുടെ അസോസിയേഷന് നിർമ്മാതാക്കൾക്ക് ഇതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ട സിനിമകളും മോഹൻലാൽ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതായതുകൊണ്ടും മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ളത് മോഹൻലാലിനായതുകൊണ്ടും ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സിനിമകൾ മോഹൻലാലിൻ്റെ ആയതുകൊണ്ടും പണം മുഴുവനും മോഹൻലാലിനാണ് കിട്ടുന്നത്. മറ്റുള്ള ഒരു സിനിമാ നടന്മാർക്കും ഇത്രയും മാത്രം പണം ജനറേറ്റ് ചെയ്യാൻ മലയാളം സിനിമയിൽ കഴിയുന്നില്ല. ഇത് സിനിമാ നിർമ്മാതാക്കളുടെ അസോസിയേഷന് വലിയൊരു അടിയാണ്. അതുകൊണ്ടിപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സുരേഷ് കുമാറും മോഹൻലാലും തമ്മിലുള്ള ഫൈറ്റാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂരിനെ മുമ്പിൽ നിർത്തിയിട്ട് മറ്റ് ഒരുപാട് നടന്മാർ കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം സ്വതന്ത്രമായി സിനിമ നിർമ്മിക്കാൻ നടന്മാർ മുന്നോട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം നടന്മാർക്കൊരു കാര്യം മനസ്സിലായി, നിർമ്മാതാക്കൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് നടന്മാരെ വിറ്റിട്ട്. അതുകൊണ്ട് നടന്മാർ സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ ആ പൈസയെല്ലാം അവരുടെ കയ്യിലിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ അനധികൃത ഭാവിയിൽ പൊളിഞ്ഞു പോകും. കാരണം ഓരോ നടന്മാരെ ഇങ്ങനെ സിനിമ നിർമ്മിക്കാൻ പോയി കഴിഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് കിട്ടാനുള്ളതൊന്നും അവർക്ക് കിട്ടില്ല. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതാണ് സുരേഷ് കുമാർ പ്രശ്നമുണ്ടാക്കാൻ കാരണം.